ഡിയർ സ്റ്റുഡൻസ്, ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കാണ് സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിങ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. പബ്ലിക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു 6 മാർക്കിൻ്റെ ചോദ്യം ഈ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. മെട്രിക്സ് മെത്തേഡിൽ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഈ ഭാഗത്ത് പ്രധാനമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. കൺസിഡർ എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 3 വേരിയബിൾസ്. 3 വേരിയബിൾ ഉള്ള ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ നമുക്ക് പരിഗണിക്കാം. ഇതിൽ ആദ്യത്തെ ഇക്വേഷൻ a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1, രണ്ടാമത്തത് a2x പ്ലസ് b2y പ്ലസ് c2z ഈക്വൽ ടു d2, ആൻഡ് തേർഡ് വൺ a3x പ്ലസ് b3y പ്ലസ് c3z ഈക്വൽ ടു d3. ഈ ഒരു സിസ്റ്റത്തിനെ നമുക്ക് മെട്രിക്സ് ഫോമിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യാം. മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻസ് മാത്രം നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നു. a1, b1, c1 എന്നുള്ള കോഎഫിഷ്യൻ്റ്, വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻ്റ് മാത്രം ഒരു മെട്രിക്സ് ആക്കി മാറ്റുന്നു. അതായത് a1, b1, c1, a2, b2, c2, a3, b3, c3 ഇങ്ങനെ കോഎഫിഷ്യൻസ് മാത്രമുള്ള ഒരു മെട്രിക്സ് ആദ്യം എടുക്കുന്നു. പിന്നെ വേരിയബിൾസിനെ നമുക്ക് ഒരു കോളം മെട്രിക്സ് ആയിട്ട് എടുക്കാം. എക്സ്, വൈ, സെഡ്. പിന്നെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ d1, d2, d3. ഈ ഇക്വേഷൻ നമുക്കറിയാം, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലൂടെ ഈ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. ഇങ്ങനെ ഈ മെട്രിക്സിൻ്റെ ആദ്യത്തെ റോ എടുക്കുന്നു, ഇതിൻ്റെ കോളത്തിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് a1x പ്ലസ് b1y പ്ലസ് c1z, അത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് കിട്ടും. റൈറ്റിനോട് ഈക്വൽ എന്ന് പറയുമ്പോൾ അത് ഏതിനോട് ഈക്വൽ ആയിരിക്കും? ആദ്യത്തെ എലമെൻറ്റിനോട് ഈക്വൽ ആയിരിക്കും. ദെൻ a2x പ്ലസ് b2y പ്ലസ് c2z ഈക്വൽ ടു രണ്ടാമത്തെ എലമെൻറ്റിനോട് ഈക്വൽ ആയിരിക്കും. അങ്ങനെ a3x പ്ലസ് b3y പ്ലസ് c3z മൂന്നാമത്തെ എലമെൻറ്റിനോട് ഈക്വൽ ആയിരിക്കും. അതായത് ഈ സിസ്റ്റത്തിനെ നമ്മളൊരു മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഈ കോഎഫിഷ്യൻസ് മാത്രമുള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേര് എ എന്നാണ്. അപ്പോൾ അതിന് നമുക്ക് എ എന്ന് പേര് കൊടുക്കാം. എ ഈക്വൽ ടു a1, b1, c1, a2, b2, c2, a3, b3, c3. നമ്മുടെ 3 വേരിയബിൾസ് ഉള്ള മെട്രിക്സിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് എക്സ്, വൈ, സെഡ്. ഈ റൈറ്റിലുള്ള കോൺസ്റ്റൻറ്റിനെ നമ്മൾ വിളിക്കുന്നത് ബി എന്നാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു d1, d2, d3. അങ്ങനെ 3 മെട്രിക്സ് നമ്മൾ ഈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് എടുത്തെഴുതിയിട്ടുണ്ട്. അതായത് ആദ്യത്തെ ഈ മെട്രിക്സിനെ ക്യാപിറ്റൽ എ എന്നും, അടുത്ത വേരിയബിൾസ് മാത്രമുള്ള മെട്രിക്സിനെ ക്യാപിറ്റൽ എക്സ് എന്നും, റൈറ്റിൽ വരുന്ന മെട്രിക്സിനെ ക്യാപിറ്റൽ ബി എന്നും വിളിക്കുന്നു. അങ്ങനെ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു അല്ലേ. നമുക്കിതിനെ മാറ്റി എഴുതാം. മെട്രിക്സിൻ്റെ സ്ഥാനത്ത് ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ഒരു ഇക്വേഷനാക്കി മാറ്റാം. എ എക്സ് ഈക്വൽ ടു ബി. ഇവിടെ ഈ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ വേരിയബിൾസ് ഉള്ള മെട്രിക്സ്. അതുകൊണ്ട് തന്നെ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സൊല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സ് ആണ്. ഇവിടെ 2 ഭാഗത്തും നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് എ ഇൻവേഴ്സ് എ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. അപ്പോൾ അവിടെ എ ഇൻവേഴ്സും എയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുക. അതായത് ഒരു മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റിൽ കിട്ടുന്നത് ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്നാണ്. ഇവിടെ എ ഇൻവേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് എ ആണ്. ഈ ഡിറ്റർമിനൻറ്റ് എയുടെ വാല്യൂ 0 അല്ലെങ്കിൽ മാത്രമേ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഐ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് മാറുന്നു.
ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് ഏത് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താലും അതേ മെട്രിക്സാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ IX = X ആയിരിക്കും. ഇനി A ഇൻവേഴ്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? അജോയിൻ്റ് ഓഫ് A ബൈ ഡിറ്റർമിനൻ്റ് A ഉപയോഗിക്കാം നമുക്ക്. അതുപയോഗിച്ച് A ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നു. ഡിറ്റർമിനൻ്റ് A 0 അല്ലാത്ത കേസിൽ മാത്രമേ നമുക്ക് A ഇൻവേഴ്സ് ലഭിക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡിറ്റർമിനൻ്റ് ഓഫ് A ≠ 0. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും? സൊല്യൂഷൻ X = A ഇൻവേഴ്സ് B എന്ന സൊല്യൂഷൻ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. A ഇൻവേഴ്സിനെ B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കിട്ടും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ഡിറ്റർമിനൻ്റ് A എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. നോൺ സിംഗുലർ മെട്രിസസിന് മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നോൺ സിംഗുലർ മെട്രിക്സ് ആണ് A എങ്കിൽ മാത്രമേ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ നമുക്ക് സൊല്യൂഷൻ ലഭിക്കുകയുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഈ ഒരു സ്റ്റേജിൽ. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻ്റ് A കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സൊല്യൂഷൻ കാണുന്ന സ്റ്റെപ്പിലേക്ക് പോകേണ്ടതുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാണ് നമ്മളിതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഫോർമുലയാണ് A ഇൻവേഴ്സ് = അജോയിൻ്റ് ഓഫ് A ബൈ ഡിറ്റർമിനൻ്റ് A. ഡിറ്റർമിനൻ്റ് Aയുടെ വാല്യൂ 0 ആണെങ്കിൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ലാണ് നമ്മൾ പറഞ്ഞു. അതായത് എക്സിൻ്റെ വാല്യൂ നമുക്ക് A ഇൻവേഴ്സ് B എന്ന് പറയുന്ന സൊല്യൂഷനിലേക്ക് നമുക്കെത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്തു പറയും? ദാറ്റ് സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയും. സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻ്റ്. ഈ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആവുന്നത് എപ്പോഴാണ്? ഡിറ്റർമിനൻ്റ് A ≠ 0 ആകുമ്പോൾ നമുക്കതിൻ്റെ ഇൻവേഴ്സ് എയുടെ ഇൻവേഴ്സ് കാണാൻ പറ്റും. തീർച്ചയായിട്ടും X = A ഇൻവേഴ്സ് B നമുക്ക് സൊല്യൂഷനായിട്ട് കിട്ടും. അത്തരം കേസിൽ നമ്മൾ പറയുന്നത് എന്താണ്? സിസ്റ്റം ഈസ് കൺസിസ്റ്റൻ്റ് എന്ന് പറയും. സിസ്റ്റം ഈസ് കൺസിസ്റ്റൻ്റ്. സൊല്യൂഷൻ ഉള്ളതിനാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആവുന്നത് ഡിറ്റർമിനൻ്റ് Aയുടെ വാല്യൂ 0 അല്ലാത്തപ്പോഴാണ്. ഡിറ്റർമിനൻ്റ് Aയുടെ വാല്യൂ 0 ആകുമ്പോൾ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻ്റ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഇതിനകത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിൻറ്റ്സാണ്. ഇനി നമുക്കൊരു ന്യൂമറിക്കൽ എക്സാമ്പിൾ നോക്കാം. എക്സാമിൻ ദി കൺസിസ്റ്റൻസി ഓഫ് ദി ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. നമുക്കിവിടെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. 2 വേരിയബിൾസിലുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. അപ്പോൾ 2 വേരിയബിൾ ആണെങ്കിൽ 2 ഇക്വേഷനാണ് ആ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുക. 3 വേരിയബിൾ ആണെങ്കിൽ 3 ഇക്വേഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് 2 വേരിയബിൾ എക്സും വൈയും ഉള്ള 2 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിനെ ആദ്യം എന്ത് ചെയ്യണം? മെട്രിക്സ് ഫോമിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യണം. മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ കോഎഫിഷ്യൻസ് മാത്രം എടുക്കുന്നു. ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ 1 അല്ലേ, വൈയുടെ കൂടെയുള്ള നമ്പർ 2 ആണ്. അപ്പോൾ കോഎഫിഷ്യൻസ് 1ഉം 2 ആണ്. അപ്പോൾ നമ്മളതിനെ 1 2. രണ്ടാമത്തെ ഇക്വേഷനിൽ കോഎഫിഷ്യൻ്റ് 2 3 ആണ്. ഇതാണ് കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി വേരിയബിൾസ് എക്സ് വൈ അതും എടുക്കുന്നു. റൈറ്റിൽ വരുന്നത് കോൺസ്റ്റൻറ്റ് 12 3. അപ്പോൾ ഇതിനെ നമ്മൾ ഈ മെട്രിക്സ് ഇക്വേഷനാക്കി ആദ്യം കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സ്റ്റെപ്പാണ് മെട്രിക്സ് ഇക്വേഷനാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. ഇനി അതിൽ നമ്മളതിനെ പേര് കൊടുക്കുന്നു. ക്യാപിറ്റൽ A ആദ്യത്തെ മെട്രിക്സ്, ക്യാപിറ്റൽ X രണ്ടാമത്തെ മെട്രിക്സ്, റൈറ്റിലുള്ളത് ക്യാപിറ്റൽ B. AX = B എന്നുള്ള ഫോമിലേക്ക് ആദ്യം മാറ്റുന്നു. അപ്പോൾ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു ആദ്യം. ഇനി അതിൻ്റെ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് എടുക്കുന്നു. ഏതാ? ക്യാപിറ്റൽ A ആണ് കോഎഫിഷ്യൻ്റ് മെട്രിക്സ്. അതിൽ നിന്നും നമ്മൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് A കണ്ടുപിടിക്കുന്നു. ഡിറ്റർമിനൻ്റ് A 0 ആണെങ്കിൽ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണ്, 0 അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണ്. അതാണ് നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത്. എക്സാമിൻ ദി കൺസിസ്റ്റൻസി. Therefore we find out determinant A. First we find out determinant A. It is equal to determinant 1 2 2 3. That is equal to 1 into 3 3 minus 4. It's equal to what? -1. 0 allalo. It is not equal to 0. Therefore what is our conclusion?
ഡിറ്റർമിനൻ്റ് വാല്യൂ 0 അല്ലെങ്കിൽ എന്ത് പറയാം? ദെർഫോർ സിസ്റ്റം ഈസ് വാട്ട്? സിസ്റ്റം ഈസ് എന്താണ്? കൺസിസ്റ്റൻ്റ്. സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഡിറ്റർമിനൻ്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0. അതിവിടെ ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്ന സിസ്റ്റത്തിനെ മെട്രിക്സ് ഫോമിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യുക. അതിൻ്റെ കോഎഫിഷ്യൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാണുന്നു. 0 അല്ലെങ്കിൽ സിസ്റ്റം എന്താണ്? കൺസിസ്റ്റൻ്റ് ആണ്. 0 ആണെങ്കിൽ സിസ്റ്റം ഈസ് നോട്ട് കൺസിസ്റ്റൻ്റ്. അടുത്തൊരു ചോദ്യം നോക്കാം. Solve the following system of linear equations using matrix method. X minus y plus z is equal to 4, 2x plus y minus 3z is equal to 0, x plus y plus z is equal to 2. അപ്പോൾ 3 വേരിയബിൾസിലുള്ള ഒരു സിസ്റ്റമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കിതിനെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ എന്ന് പറയുമ്പോൾ എക്സ് വൈ സെഡിൻ്റെ വാല്യൂസ് കാണുക. ഈ സിസ്റ്റത്തിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു മെട്രിക്സ് ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ആദ്യം കോഎഫിഷ്യൻസ് മാത്രം സെലക്ട് ചെയ്യുക. 1 -1 1 2 1 -3 1 1 1 കോഎഫിഷ്യൻസ് മാത്രം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കോഎഫിഷ്യൻ മെട്രിക്സ് ആണ്. ഇനി ഇതിൻ്റെ അടുത്ത് ഒരു കോളം മെട്രിക്സ് ആയിട്ട് നമ്മളതിനെ വേരിയബിൾസിന് എഴുതുന്നു. എക്സ് വൈ സെഡ് കോളം മെട്രിക്സ് ആക്കുന്നു. ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സ്, അതായത് 4 0 2 അതൊരു കോളം മെട്രിക്സ് ആയിട്ട് റൈറ്റിലേക്ക് എഴുതണം. 4 0 2. ഇപ്പം നമുക്ക് ഈ സിസ്റ്റത്തിനെ മെട്രിക്സ് ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഈ കോഎഫിഷ്യൻ മെട്രിക്സിനെ നമുക്ക് എ എന്ന് വിളിക്കാം. എ എക്സ് വേരിയബിൾസിൻ്റെ മെട്രിക്സിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. എ എക്സ് ഈക്വൽ ടു ബി. റൈറ്റ് സൈഡിലൂടെ കോൺസ്റ്റൻസിൻ്റെ മെട്രിക്സിനെ നമുക്ക് ബി എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെ നമ്മളൊരു മെട്രിക്സ് ഇക്വേഷനാക്കി മാറ്റിക്കഴിഞ്ഞു. ഇനി ഈ ഒരു ഇക്വേഷനിൽ എ എന്ന് പറയുന്ന കോഎഫിഷ്യൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 അല്ലെങ്കിൽ മാത്രമേ ഇതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ എയുടെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് 1 -1 1 2 1 -3 then 1 1 1. ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ ഒന്ന് കണ്ടുപിടിക്കുന്നു. ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുക. നമുക്ക് ഏതെങ്കിലും റോയോ കോളോ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ 1 × 1 -3 that is 1 + 3 minus of -1 that is +1 × 2 -3 that is 2 + 3 +1 × 2 -1 that is equal to 4 × 1 4 5 × 1 5 plus 2 - 1 1 that is equal to 10. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആണോ അല്ലയോ എന്നാണ്. ഇപ്പോൾ ഇവിടെ 0 അല്ല. അപ്പോൾ തീർച്ചയായിട്ടും സൊല്യൂഷൻ ഉണ്ടാവും. സിസ്റ്റം ഈസ് കൺസിസ്റ്റൻ്റ് നമുക്ക് എഴുതാം. സിസ്റ്റം ഈസ് കൺസിസ്റ്റൻ്റ്. എന്താണ് അതിൻ്റെ സൊല്യൂഷൻ വരുന്നത്? കൺസിസ്റ്റൻ്റ് ആണ്. സൊല്യൂഷൻ ഈസ് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന സൊല്യൂഷനിലേക്ക് നമുക്ക് വരാൻ പറ്റും. നമുക്ക് ഉപയോഗിക്കേണ്ട ഫോർമുല എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ആണ്. ഇനി എ ഇൻവേഴ്സ് എന്താണ്? എ ഇൻവേഴ്സിന് നമുക്കുള്ള ഫോർമുല എന്താണ്? അജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എ. അജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എ. ഈ ഒരു മെത്തേഡിൽ നമുക്ക് എ ഇൻവേഴ്സ് കാണാം. എ ഇൻവേഴ്സ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താം. ഇനി എ ഇൻവേഴ്സ് കാണാൻ നമുക്ക് അജോയിൻ്റ് ഓഫ് എ വേണം അല്ലേ? അപ്പോൾ അജോയിൻ്റ് ഓഫ് എ കാണാനുള്ള എളുപ്പ വഴിയും നമുക്ക് കാണാം. സമയം കുറച്ച് കാണാനുള്ള ഒരു പ്രത്യേക മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ മെത്തേഡിൽ നമുക്കൊന്ന് അജോയിൻ്റ് കണ്ടുപിടിക്കാം. അതായത് 1 1 1 -1 1 2 1 -3 1 1 1. ഇത് നമ്മൾ
എളുപ്പവഴി പരിചയപ്പെടാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. -1 1, 2 1 -3 1 1 1. ഈ മെട്രിക്സിൻ്റെ എലമെൻസിനെ നമ്മൾ 4 പ്രാവശ്യം ഒന്ന് എഴുതുന്നു. 2 1 -3 1 1 1. അതേപോലെ 1 -1 1, 2 1 -3 1 1 1. ബോർഡർ ആയിട്ട് വരുന്ന ലൈന് നമ്മളൊന്ന് കട്ട് ചെയ്യുന്നു. അതിനുശേഷം എലമെൻസിനെ ഈ ഒരു ഓർഡറിൽ 2/2 ഡിറ്റർമിനൻ്റ് കാണുന്ന രീതിയിൽ കണ്ടുപിടിക്കുന്നു. അതായത് 1 × 1 1 × 1 1 -1 × -3 1 - -3 that is equal to 4. Therefore ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ അജോയിൻ്റ് ഡയറക്റ്റ് എഴുതുകയാണ്. അജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു 4. അടുത്ത എലമെൻറ്റ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. ഡിറ്റർമിനൻ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ -3 - 2 ദാറ്റ് ഈസ് -5. ദെൻ അടുത്ത വരിയിൽ ഇങ്ങനെ ചെയ്യുന്നു. 2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കാം, നമ്മൾ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കോളത്തിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. എന്നാൽ ഡയറക്റ്റ് നമുക്ക് അജോയിൻ്റ് ഓഫ് എ എഴുതാൻ പറ്റും. ഇനി അടുത്ത റോയിൽ എടുക്കുന്നു. 1 - -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ദെൻ നമ്മൾ അടുത്ത എലമെൻ്റ് എടുക്കുന്നത് 1 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 0 എടുക്കാം. -1 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -2. എഗെയിൻ അടുത്ത റോയിൽ എടുക്കുക, അതായത് ഈ റോയിൽ എടുക്കുക. -3 -1 × -3 3 3 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അതായത് ഈ രീതിയിൽ നമ്മൾ എടുക്കും. മേലത്തതും അങ്ങനെ തന്നെ എടുത്തു. 2 - -3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഇങ്ങനെ എടുക്കുന്നു. 1 - -2 1 - -2 ഈസ് ഈക്വൽ ടു 3. ഇതാണ് നമ്മുടെ അജോയിൻ്റ്. ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തെറ്റാതെ അജോയിൻ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ഇത് നിങ്ങൾക്ക് ചെയ്ത് പരിശീലിക്കാം. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഈ ചോദ്യം സോൾവ് ചെയ്ത് വെക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അജോയിൻ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡിറ്റർമിനൻ്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് കിട്ടുന്നു. അപ്പോൾ നമുക്ക് അടുത്ത എ ഇൻവേഴ്സ് എഴുതാം. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? 10 ആണ് നമ്മുടെ ഡിറ്റർമിനൻ്റ് വാല്യൂ. അപ്പോൾ 1/10 ഇൻറ്റു നമ്മുടെ അജോയിൻ്റ് എഴുതാം. 1/10 ഇൻറ്റു അജോയിൻ്റ് 4 2 2 -5 0 5 1 -2 3. നമുക്കിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള അജോയിൻ്റ് അവിടെ എഴുതാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇൻവേഴ്സ് മാത്രം കാണുന്നതാണെങ്കിൽ, ഇൻവേഴ്സ് വരെ കാണാനുള്ളൊരു ചോദ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ 10 ഉള്ളിലേക്ക് എടുത്തിട്ട് നമുക്ക് എഴുതാം. ഇനി നമുക്ക് ഇൻവേഴ്സിൽ ഒതുങ്ങാനായിട്ടില്ല, നമ്മുടെ സൊല്യൂഷനിലേക്ക് എത്തണം. അപ്പോൾ സൊല്യൂഷനിലേക്ക് എത്തുമ്പോൾ കാൽക്കുലേഷൻ കുറച്ചും കൂടി സിമ്പിളാക്കാൻ വേണ്ടി ആദ്യമേ ഈ 10നെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നില്ല. തൽക്കാലം ഈ 10 1/10 എന്നുള്ള വാല്യൂ പുറത്ത് നിൽക്കട്ടെ. ഇനി നമ്മൾ എക്സ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് എക്സ് കാണേണ്ടത്? എ ഇൻവേഴ്സിനെ നമുക്ക് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ 10നെ ഈ പുറത്തുള്ള 10നെ ഉള്ളിലേക്ക് ഡിവൈഡ് ചെയ്ത് വെക്കുമ്പോൾ ഇതൊക്കെ തന്നെ ഫ്രാക്ഷനാക്കി മാറും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ചില കുട്ടികൾക്ക് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് ഈ 10 പരമാവധി ഡിറ്റർമിൻ്റെ പുറത്ത്, ഈ മെട്രിക്സിൻ്റെ പുറത്ത് തന്നെ നിന്നോട്ടെ, പുറത്ത് തൽക്കാലം നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ എ ഇൻവേഴ്സ് ബി കണ്ടുപിടിക്കുമ്പോൾ എ ഇൻവേഴ്സിനെ ബി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 1/10 നമുക്ക് പുറത്ത് തന്നെ ഇടാം. എ ഇൻവേഴ്സിലുള്ള ഈ 1/10നെ നമുക്ക് പുറത്തായിട്ട് തന്നെ, ഉള്ളിലേക്ക് എടുക്കാതെ പുറത്തേക്ക് തന്നെ ഇടാം. 4 2 2 -5 0 5 1 -2 3. നമ്മുടെ എ ഇൻവേഴ്സ്. ഇനി ബി എന്താണ്? ഇവിടെ ബി എന്താണ്? 402 ആണ് ബി. അപ്പോൾ നമുക്ക് 402 ഇത് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 10 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. കാരണം
ആദ്യമേ ഈ 10 നമ്മൾ ഇൻവേഴ്സിൻ്റെ കാൽക്കുലേഷനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഈ 10 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ വരുന്നത് നോക്കാം. അവിടെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നത് ഇസ് ഈക്വൽ ടു 1/10 ഇൻറ്റു അവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ റോയില് 422 നമ്മുടെ കോളത്തിലുള്ള എലമെൻറ്റ് ശ്രദ്ധിക്കാം. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ 422 കോളത്തിലുള്ള എലമെൻറ്റ് 402. 4 × 4 16 പ്ലസ് 0 പ്ലസ് 4 16 പ്ലസ് 4 എന്താണ് 20. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ കിട്ടുന്നത് 20 ആണ്. അതേപോലെ രണ്ടാമത്തെ റോ എന്ന് പറയുമ്പോൾ ഇനി വേറെ കോളം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അടുത്ത റോയിലേക്ക് പോകാം. -20 പ്ലസ് 0 പ്ലസ് 10 -20 പ്ലസ് 10 -10. അപ്പോൾ അവിടെ കിട്ടുന്നത് -10 ആണ്. ഇനി അടുത്ത റോയിൽ 1 × 4 4 പ്ലസ് 0 പ്ലസ് 6 4 പ്ലസ് 6 10 വരും. അപ്പോൾ അടുത്ത എലമെൻറ്റ് 10. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ കുറച്ചുകൂടി നമുക്ക് സുഗമമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നോക്കുക, പ്രത്യേകത എന്താ, ഈ 10 പുറത്തുണ്ട് അല്ലേ, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാണല്ലോ ഉള്ളിൽ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ കാൽക്കുലേഷൻ ഈസിയായി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണത്. ഈ 10 നമ്മുടെ ഡിറ്റർമിനൻ്റ് വാല്യൂ ആദ്യമേ ഉള്ളിലേക്ക് ഇൻവേഴ്സിൻ്റെ എലമെൻ്റായിട്ട് ഉള്ളിലേക്ക് എടുക്കണ്ട. കാരണം എലമെൻറ്റുകളുടെ ഡിവൈഡ് ചെയ്തുകൊണ്ട് എടുക്കണ്ട. കാരണം നമുക്ക് അടുത്ത കാൽക്കുലേഷൻസ് ഈ ഒരു ചോദ്യത്തിൽ വീണ്ടും കാൽക്കുലേഷൻ വേണ്ടുന്നത് കൊണ്ട് തന്നെ ആ കാൽക്കുലേഷൻ സുഗമമാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ വാല്യൂ പുറത്ത് വെക്കുന്നു. പിന്നെ മൾട്ടിപ്ലിക്കേഷന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് ഡിവൈഡ് ചെയ്യുന്നു. ഉള്ളിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കിട്ടും. 2 20/10 2 -10/10 -1 10/10 1. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള എക്സ് എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു മെട്രിക്സ് എക്സ് വൈ സെഡ് ആണ്. ഈ എക്സ് വൈ സെഡിനെയാണ് നമുക്ക് എന്തായിട്ട് കിട്ടിയിട്ടുള്ളത്, ഇവിടെ 2 -1 1 ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ് 2 ആണ്, വൈയുടെ വാല്യൂ -1 ആണ്, സെഡിൻ്റെ വാല്യൂ 1 ആണ്. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ.